നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയുടെ കേന്ദ്രബിന്ദുവായി ആലപ്പുഴ കളർകോട് നിർമ്മിക്കുന്ന കൃഷി സമുച്ചയം മാറുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. 5, 6, 7 ക്ലാസുകളിലെ അധ്യാപകർക്ക് ലാബ് ഉപകരണങ്ങളടക്കം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അധ്യാപക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷനിലായിരുന്നു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. SKSSF സഹചാരി സെന്ററിന്റെ നേതൃത്വത്തിൽ റമദാൻ സന്ദേശവും നിർധനർക്കുള്ള റിലീഫ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. പ്രദേശത്തെ നിർധനരായ 300ഓളം കുടുംബങ്ങൾക്കാണ് റിലീഫിന്റെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയുടെ കേന്ദ്രബിന്ദുവായി ആലപ്പുഴ കളർകോട് നിർമ്മിക്കുന്ന കൃഷി സമുച്ചയം മാറുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ കളർകോട് നിർമ്മിക്കുന്ന കൃഷി സമുച്ചയം കാർഷിക മേഖലയുടെ കേന്ദ്രബിന്ദുവായി മാറുമെന്നും ജില്ലയിലെ കാർഷിക തലസ്ഥാനമാകുമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ജില്ലയിൽ കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവേകാൻ 35.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കൃഷി സമുച്ചയമായ ആഗ്രോമാളിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ സംവിധാനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ അത്തരമൊരു സംവിധാനത്തെ ഇവിടെയും കൊണ്ടുവരണം. അതാണ് ആലോചിക്കുന്നത്. ഞങ്ങളൊരു 7 നിലകളിലായി ഒരു വലിയ കെട്ടിട സമുച്ചയമാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ നമുക്ക് അത്രയും ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം ഇപ്പോൾ ഒരുങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ട് നമുക്കൊരു 5 നിലകളിലായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അത് കഴിഞ്ഞാൽ ഒരു 2200 സ്ക്വയർ ഫീറ്റ് കൂടി വരുന്ന തരത്തിലേക്ക് ഒരു 2 നിലകൾ കൂടി ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ വരണം. അപ്പോൾ ജില്ലാ കൃഷി ഓഫീസ് ഉൾപ്പെടെ ഇപ്പോൾ കളക്ടറേറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓഫീസുകൾ കൂടി അപ്പോൾ അതിന്റെ ഭാഗമാണ്. അതുവരെയും ബാക്കിയുള്ള 5 നിലകളിലായി ബാക്കിയുള്ള എല്ലാം ഇവിടെ വന്നു. എന്തുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുക്കുന്നു എന്നതിന് എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. അത് ഈ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ എണ്ണം പറഞ്ഞ കാർഷിക മേഖലകളിൽ പ്രമുഖമായ ഇടമാണ്. പ്രത്യേകിച്ച് കുട്ടനാട് പോലുള്ള കൃഷിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കുട്ടനാട് പോലെയുള്ള ഒരിടത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും എത്തണം എന്ന ലക്ഷ്യത്തിലാണ് ആലപ്പുഴ ആഗ്രോമാൾ സ്ഥാപിക്കുന്നത്. കർഷകർക്കുള്ള സേവനങ്ങൾ വേഗത്തിലും ഫലപ്രദമായും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ കെട്ടിടം ഒരുക്കുന്നത്. കൃഷി വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകളെയും വിപണന സ്ഥലങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ സാധിക്കും. കൃഷിയുടെ ഭാവിയെ അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. 23,569 കൃഷിക്കൂട്ടങ്ങൾ നിലവിൽ സംസ്ഥാനത്തുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇക്കോണമിക് സർവേയിൽ കേരളത്തിന്റെ മികവ് 2 തവണ അഭിനന്ദനാർഹമായി. കാർഷിക മേഖലയിലെ സംരംഭകർക്കായുള്ള ധനസഹായങ്ങൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ നൽകുന്നത്. 2026 ബിസിനസ് ടു ബിസിനസ് മീറ്റിൽ രാജ്യത്തിന് പുറത്തു നിന്നുവരെയുള്ള യുവ സംരംഭകർ പങ്കെടുത്തു. 119 കരാർ ഒപ്പുവെച്ചതിലൂടെ 349 കോടി രൂപയുടെ ബിസിനസ്സാണ് ലഭ്യമായത്. കേരളത്തിൽ കർഷക പാർലമെന്റിന് തുടക്കം കുറിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ H. സലാം MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് R. രാഹുൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രേംബാസി, KF ലാൽജി, പഞ്ചായത്ത് അംഗം R. നാരായണൻ, KLDC MD PK ശാലിനി, കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ T. ദിനേശൻ, ജില്ലാ കൃഷി ഓഫീസർ VP സിന്ധു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. KLDC ചെയർമാൻ PV സത്യനേശൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. 5, 6, 7 ക്ലാസുകളിലെ അധ്യാപകർക്ക് ലാബ് ഉപകരണങ്ങളടക്കം പരിചയപ്പെടുന്നതിന്റെ ഭാഗമായി അധ്യാപക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസല പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി അധ്യാപകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള സ്ട്രീം iLab പദ്ധതിയിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ലാബ് ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി നടത്തിയ
അധ്യാപക പരിശീലനം അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രത്തിന്റെ വളർച്ച അതുപോലെ വികസിക്കുന്നു. ആ വികാസത്തിനനുസരിച്ച് ടെക്നോളജിയിൽ വലിയ മാറ്റം സംഭവിക്കുന്നു. ആ മാറുന്ന ടെക്നോളജി സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. ഇങ്ങനെയൊരു നമ്മുടെ ആകെ ഒരു ടോട്ടലായി നോക്കിയാൽ സൊസൈറ്റിയുടെ സാമൂഹിക ജീവിതം തന്നെ ഈ സയൻസിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സ്വാഭാവികമായിട്ട് കുട്ടികളുടെ ഒരു ചിന്തയും അല്ലെങ്കിൽ അവർ നേടുന്ന അറിവും അതും സാധാരണ കവിഞ്ഞിലേക്ക് സ്വന്തമായി അറിവാർജിക്കുന്ന കുട്ടികൾ കാണാൻ പറ്റും. അതുകൊണ്ട് അധ്യാപകരുടെ പരിശീലനം വളരെ പ്രധാനമാണ്. അധ്യാപകനാവാൻ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട യോഗ്യതയോ അധിക യോഗ്യതയോ ഉണ്ടാവും. അപ്പോൾ ആ ജോലി ലഭിക്കാൻ വേണ്ടിയുള്ള നിങ്ങൾക്കുണ്ടായിരുന്ന യോഗ്യത നിങ്ങൾക്ക് ആ സമയത്ത് നന്നായി ആർജിച്ചുകൊണ്ടാണ് നിങ്ങൾ സർവീസിലേക്ക് വന്നിരിക്കുന്നത്. അന്ന് നിങ്ങൾ ആർജിച്ച അറിവ് കൊണ്ട് ഇന്നത്തെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന സാമാന്യമാണ്. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ സംഘടിപ്പിച്ച പരിശീലനത്തിൽ AEO വി ഫാൻസി അധ്യക്ഷയായി. അമ്പലപ്പുഴ പ്രോജക്ട് കോർഡിനേറ്റർ AG ജയകൃഷ്ണൻ, ഐശ്വര്യ, ജോസ്മി എന്നിവർ സംബന്ധിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണവും DR കുടിശ്ശികയും മാർച്ച് അവസാനം വാരം നൽകി പെൻഷൻകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിർദ്ദേശം നൽകിയിട്ടും സംസ്ഥാന സർക്കാർ അതിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരത്തിൽ ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് A അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ഓർഗനൈസേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NS മുല്ലശ്ശേരി, ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ്, ട്രഷറർ VP ബാലചന്ദ്രൻ ആചാരി, യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ, സെക്രട്ടറി V രാധാകൃഷ്ണൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം G തങ്കമണി എന്നിവർ സംസാരിച്ചു. പെൻഷൻ സർക്കാർ നേരിട്ട് നൽകുക, പെൻഷൻകാർക്ക് ലഭിക്കാനുള്ള 3 പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, കുടിശ്ശിക ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക, ഓണം ഉത്സവബത്ത പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സത്യാഗ്രഹ സമരത്തിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. SKSSF സഹചാരി സെന്ററിന്റെ നേതൃത്വത്തിൽ റംസാൻ സന്ദേശവും നിർധനർക്കുള്ള റിലീഫ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. പ്രദേശത്തെ നിർധനരായ 300ഓളം കുടുംബങ്ങൾക്കാണ് റിലീഫിന്റെ ഭാഗമായി സൗജന്യ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തത്. ആതുര സേവന രംഗത്ത് 2 വർഷക്കാലമായി ആലപ്പുഴ വലിയകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന SKSSF സഹചാരി സെന്റർ വലിയകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ സന്ദേശ സദസ്സും പ്രദേശത്തെ 300ഓളം നിർധന കുടുംബങ്ങൾക്കുള്ള റമദാൻ റിലീഫിന്റെ ഭാഗമായുള്ള ഭക്ഷ്യകിറ്റിന്റെ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. SKSSF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അസയ്യിദ് അബ്ദുള്ള തങ്ങൾ ദാരിമി അൽ ഐദറൂസി റമദാൻ സന്ദേശം നൽകി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വഴിപിഴക്കാത്ത ആളുകൾ നമ്മുടെ മുന്നേ നടന്നിട്ടുണ്ട്. അവരെ കണ്ടെത്തിയാൽ അവരുടെ പിന്നാലെ അല്ലെങ്കിൽ അവർ നടന്ന വഴിയിൽ നമ്മൾ സഞ്ചരിച്ചാൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്. പ്രിയപ്പെട്ട മൂമിനെ, ലക്ഷ്യം വഴിതെറ്റാതെ നടന്നവർ എന്ന് പറയുന്നത് സച്ചരിതരായ മുൻഗാമികളായ ആളുകളാണ്. അവരെ പറ്റിയാണ് ഖുർആനിൽ നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് തവണ ഓതുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിൽ നിലനിർത്തണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തത് അവരെ പരിചയപ്പെടുത്താറുണ്ട്. അള്ളാഹു പരിചയപ്പെടുത്തിയത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവിന്റെ അനുഗ്രഹം നേടിയ മഹത്തുക്കളായ ആളുകളുടെ വഴി. ആ വഴിയെ നമ്മൾ പഠിക്കണം. ഇവിടെ നേരത്തെ ഷിഹാബ് ഉസ്താദ് സൂചിപ്പിച്ചു, ഉസ്താദിന്റെ പിതാവായ ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദിനെ സംബന്ധിച്ച് അവർ നടന്ന വഴി ശരിയായിരുന്നു എന്ന്, അതുപോലെ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകൾ നടന്നുപോയ വഴി ശരിയായിരുന്നു എന്ന് അവരുടെയൊക്കെ മരണങ്ങൾ വിളിച്ചറിയിച്ചതാണ്. SKSSF യൂണിറ്റ് പ്രസിഡന്റ് ഹാഫിൽ സൈഫുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന സെക്രട്ടറി PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കമാലം മക്കീൽ, മുൻ മുനിസിപ്പൽ ചെയർമാൻ ഇല്ലിക്കൽ കുഞ്ഞുമോൻ, SMF ജില്ലാ സെക്രട്ടറി AM സൈഫുദ്ദീൻ, യൂനിസ് ഉസ്താദ്, കോയാമോൻ സിയാദ് വലിയകുളം, BM അഷ്റഫുള്ള, ഷാജി അബ്ദുൽ സലാം, അബ്ദുൽ നാസർ, കുഞ്ഞുമോൻ, ഇക്ബാൽ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സഹചാരി സെന്റർ ജനറൽ കൺവീനർ M കബീർ ഹാജി ചടങ്ങിന് സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി ഫയാസ് അസ്ഹരി ചടങ്ങിന് നന്ദിയും പറഞ്ഞു.
എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും ആലപ്പുഴ ജില്ലാ വിമുക്തി മിഷന്റെയും ആര്യാട് B.Ed കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകൾ തന്നെ നമുക്ക് കേൾക്കാനുള്ളത്. അതിന്റെ 90% എവിടെയാണ് നിൽക്കുന്നത്? മയക്കുമരുന്നിന്റെ ഉപയോഗം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതിന്റെ ഫലമായി സമനില തെറ്റുന്ന മാനസികാവസ്ഥ, മനുഷ്യൻ മൃഗതുല്യമായി മാറുന്ന ഒരു പശ്ചാത്തലം. അതാണ് പലപ്പോഴും നടക്കുന്ന പല സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. നമ്മൾ പവിത്രമെന്ന് പുന്നമട വാർഡ് കൗൺസിലർ TG രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആര്യാട് ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ വേണു ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിമുക്തി മിഷൻ ജില്ലാ മാനേജർ Y പ്രസാദ് വിഷയാവതരണം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കൃഷ്ണേശ്വരി ക്ലാസ് നയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ബിസ്മി ജസീറ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശാന്തി S രാജൻ, പ്രോഗ്രാം ഓഫീസർ KP പ്രതീഷ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KL ലിജിശ്രീ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം വിമുക്തി കോർഡിനേറ്റർ K സ്മിത, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് VS സന്നു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക മേഖലയുടെ കേന്ദ്ര ബിന്ദുവായി ആലപ്പുഴ കളർകോട് നിർമ്മിക്കുന്ന കൃഷി സമുച്ചയം മാറുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. 5, 6, 7 ക്ലാസുകളിലെ അധ്യാപകർക്ക് ലാബ് ഉപകരണങ്ങളടക്കം പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അധ്യാപക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ചിസലാം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷനിലായിരുന്നു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. SKSSF സഹചാരി സെന്ററിന്റെ നേതൃത്വത്തിൽ റമദാൻ സന്ദേശവും നിർധനർക്കുള്ള റിലീഫ് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. പ്രദേശത്തെ നിർധനരായ 300ഓളം കുടുംബങ്ങൾക്കാണ് റിലീഫിന്റെ ഭാഗമായി സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.